പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ഗാലറിയിൽ ഉള്ള ഫോട്ടോകൾ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ എളുപ്പത്തിന് അതെല്ലാം കൂടി PDF ഫയലാക്കി മാറ്റാനുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്നുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ വെബ്സൈറ്റിനെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇതുപോലെ സെർച്ച് ബാറിൽ നമ്മൾ ഐ ലവ് PDF അപ്പോൾ തന്നെ ഇവിടെ താഴെ കാണാൻ സാധിക്കും എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് സൈറ്റിലേക്ക് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്കിത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. നമുക്കിതിലിപ്പോൾ ആവശ്യത്തിന് തിരഞ്ഞെടുക്കേണ്ടത്, നമുക്കിപ്പോൾ PDF ഫയലാക്കാൻ വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ JPG-2 PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഗാലറിയിലെ ഫോട്ടോകളുടെ ഒരിതാണ് JPG എന്ന് കൊടുത്തിട്ടുള്ളത്. ആ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ സെലക്ട് JPG ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഞാനിതിൽ കുറച്ച് ഫോട്ടോകൾ ഇതിൽ ആഡ് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. കുറച്ച് ഫോട്ടോകൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ആഡ് ടു എന്നുള്ള ഓപ്ഷനിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. PDF ഉപയോഗിക്കുന്ന ഫോട്ടോകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ആദ്യം ഏത് ഫോട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ മാറ്റി കൊടുക്കാം. കൺവെർട്ട് ടു PDF എന്ന് പറയുന്ന അടുത്ത ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ PDF-ലേക്ക് കൺവെർട്ട് ആവും. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലും പല ഓപ്ഷനും നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. PDF ഫയൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതുപോലെ എത്ര ഫോട്ടോ ആണെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. അത് പോയിട്ട് പെയ്ഡാ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തികച്ചും ഫ്രീ ആണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ലിങ്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ. വാട്സപ്പിലോ മറ്റോ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ PDF ആയിട്ട് നമുക്ക് ആർക്ക് വേണോ അയച്ചു കൊടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഫോട്ടോകൾ ഓരോന്നായിട്ട് അയക്കേണ്ട കാര്യമില്ല. ഇതുപോലെ PDF ഫയലാക്കി ഈ സൈറ്റിൽ കയറിയതിനു ശേഷം നമ്മൾ ഇതുപോലെ PDF ആക്കാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്തു വയ്ക്കുക. മറ്റു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.